വയനാട്ടിൽ നിന്നുള്ള മഴ വിവരങ്ങൾ, വാർത്തകൾ എന്തൊക്കെയാണ്? മഴ തോർന്നു നിൽക്കുന്നുണ്ടോ? മോത്തി, ഗുഡ് മോർണിംഗ്. വയനാട്ടിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. പക്ഷേ കഴിഞ്ഞ 24 മണിക്കൂറിൽ എവിടെയും അത്തരത്തിൽ ഒരു ആശങ്കയുണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിശക്തമോ അതിതീവ്രമോ ആയ ഒരു മഴ പെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ പുലർച്ചെ മഴ ശമിച്ചതാണ്. അതിനുശേഷം ഇന്നലെ വൈകിട്ട് ചെറിയ രീതിയിലൊക്കെ പല ഭാഗത്തും മഴ പെയ്തു. പക്ഷേ ഇപ്പോൾ അത്തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള മഴ ഭീഷണി എവിടെയുമില്ല. അത്തരത്തിലുള്ള മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ റെഡ് അലേർട്ട് ആയതുകൊണ്ട് ജില്ലയിൽ എല്ലാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും നൽകിയിട്ടുണ്ട്. ശരി കമൽ. കാസർഗോഡ് നിന്ന് സാരംഗ് കൂടിയുണ്ട് വിവരങ്ങളുമായി. സാരംഗ്, എന്താണ് വിവരങ്ങൾ, വാർത്തകൾ അവിടെ നിന്നുള്ളത്? കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും റെഡ് അലേർട്ട് തന്നെ നിലനിൽക്കുകയാണ്. സ്കൂളുകളും കോളേജുകളും അടക്കമുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കനത്ത മഴയെ തുടർന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കാസർഗോഡ് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. പിന്നീട് തുടർച്ചയായി മലയോര പ്രദേശങ്ങളിലും അതുപോലെ തന്നെ തീരദേശ മേഖലകളിലും ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളും മത്സ്യബന്ധനം നടത്തുന്ന ആളുകളടക്കം വലിയ തോതിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് അവസാനമായി കാസർഗോഡ് ജില്ലയിൽ പൊതുവെ കനത്ത മഴ പെയ്തത്. അതിനുശേഷം പൊതുവെ കാര്യങ്ങൾ ശാന്തമായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. വലിയ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഒരു റെഡ് അലേർട്ട് നിലനിൽക്കുന്ന തരത്തിലേക്കുള്ള ഒരു കനത്ത മഴ ജില്ലയിൽ ഒന്നും തന്നെ ഇപ്പോൾ പെയ്യുന്നില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ വരുന്ന മണിക്കൂറുകളിൽ ഒരു പക്ഷെ തന്നെ വലിയൊരു ആകും. കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തീരദേശ മേഖലകളിലുള്ള കടൽ തീരവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല തന്നെയാണ് കാസർഗോഡ്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഒരു പക്ഷേ കനത്ത മഴയ്ക്കുള്ള സാധ്യത കൂടി നമ്മൾ മുന്നിൽ കാണേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകൾ കൂടുതലായി ജാഗ്രത പാലിക്കണം. റെഡ് അലേർട്ടാണ് എന്നതുകൊണ്ട് തന്നെ വെയിലുണ്ട് അല്ലെങ്കിൽ മഴ മാറി നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ റെയിൻകോട്ടുകളും അതുപോലെ തന്നെ കുടയൊന്നുമില്ലാതെ പുറത്തിറങ്ങരുത് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. എന്തായാലും ആളുകൾ കൃത്യമായി ജാഗ്രത പുലർത്തണം. റെഡ് അലേർട്ട് ജില്ലയിൽ നിൽക്കുന്നുണ്ട്. കൃത്യമായ ആ ഒരു മുന്നറിയിപ്പ് എല്ലാവരും പാലിക്കണം. കുട്ടികളടക്കം തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളടക്കം സാരംഗ്